ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SSC കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഇഫ്താറിനൊക്കെ എളുപ്പത്തിൽ എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പഴത്തിൻ്റെ സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാൻ എഴുതാൻ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇല്ലേ, ഇങ്ങനെ പഴം നിറച്ചതെന്ന് പറയാട്ടാ, അങ്ങനെ തന്നെയാണ് ഏകദേശം ഇത് ഉണ്ടാക്കുന്നുള്ളത്. ഞാനിട്ട പേരാണ്, നിങ്ങൾക്ക് എന്താണ് അതിന് പേര് യോജിച്ചിട്ടുള്ളത് അത് വിളിച്ചിട്ട് കഴിച്ചോവ. അത്രയ്ക്കും ടേസ്റ്റായിട്ടുള്ള സെയിം പഴം നിറച്ചതിൻ്റെ ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ പഴം നിറച്ചത് ഉണ്ടാക്കാൻ ആർക്കെങ്കിലും പോതുണ്ടെങ്കിൽ ഓയിൽലെസ് ആയിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് നോക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലോണം പഴുത്തിട്ടുണ്ട് ഈ പഴം. ഇത് ഏത് രീതിയിലുള്ള പഴം എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല, പഴുത്ത തന്നെ വേണിട്ടില്ല. ഇപ്പോൾ പഴുത്തിൽ കറുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കളയാത്ത ഇങ്ങനെ ഉണ്ടാക്കാം. ഇതിന് 3 മുട്ട ആവശ്യമുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയിൽ മിൽക്ക് പൗഡർ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ടാവാം. ഞാൻ ഇതിനെ വിസ്ക് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ ഏലക്കപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഷുഗർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. പിന്നെ ഇത് ഞാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നല്ല ഗീയില്ലേ അത് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂണ്. എന്നിട്ട് അതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് വറുത്ത് എടുക്കണം, വറുത്ത് കോരി മാറ്റുന്നില്ല. അതിലേക്ക് തന്നെ ഞാൻ 1 കപ്പിനടുത്ത് ഫ്രഷ് കോക്കനട്ട് ഇല്ലേ, ചെറിയ തേങ്ങ, അത് ഇട്ട് കൊടുക്കുന്നുണ്ടാവാ. എന്നിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം. നല്ലോണം മൊരിച്ചിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏലക്കപ്പൊടിയാണ് കേട്ടോ. ഏലക്കപ്പൊടി കയ്യിലില്ലാത്തവർ കുഴപ്പമൊന്നുമില്ല, ഷുഗറിലേക്ക് ഏലക്ക ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ഷുഗറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് ഷുഗറാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരം ഇതിലും കൂടുതൽ വേണമെന്ന് ഉള്ളവർ ഇതിൽ കൂടുതൽ ഇടാം. കുറച്ച് ഇതിനേക്കാളും ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കാം. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ലേ, അത് വെളുത്ത കസ്കസില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അതും കൂട്ടിയിട്ടിട്ടായിട്ട് അങ്ങനെ കടിക്കം കിട്ടുന്ന ടൈമിലില്ലേ നല്ലൊരു ടേസ്റ്റാണ് ഈ പഴം നിറച്ചതിന് ഉള്ളത്. ആ പഴം നിറച്ചത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇടാറുണ്ട് കേട്ടോ, പോപ്പി സീഡ്സ് എന്നൊക്കെ പറയും അതിനെ. അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മൾ ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാനിലാണ് ഞാൻ തയ്യാറാക്കുന്നുള്ളത്. അതിലേക്ക് ഞാൻ ഗീ മൊത്തത്തിലായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എളുപ്പത്തിൽ ഇതിൽ നിന്ന് വിട്ട് കിട്ടാനും നല്ലതാണ്. ഇങ്ങനെ ഗീ ചേർത്ത് എടുക്കുന്നുണ്ടെങ്കിൽ, ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ബാറ്ററി ഇല്ലേ, മുട്ടൻ്റെ ആ ബാറ്ററി ആ താഴെ ഭാഗത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ടാവേ. എന്നിട്ട് അതിനെ എല്ലാ സൈഡിലേക്ക് ആക്കിയിട്ടായിട്ട് ഞാൻ ഈ പഴത്തിനെ നമ്മൾ പൊരിച്ചിട്ടൊന്നും ഇടുന്നതൊന്നുമല്ല, ഡയറക്റ്റായിട്ട് തന്നെ അതിലേക്ക് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ല പഴുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എന്നിട്ടായിട്ട് അതിൻ്റെ മേലേക്കും ഞാൻ ഈ മുട്ടൻ്റെ ബാറ്റർ തന്നെയാണ് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് മിഡിലേക്ക് തന്നെ ഞാൻ ഫുള്ള് ഫില്ലിങ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങയുടെ കൂട്ടില്ലേ, അതാണ് കേട്ടോ. ഇത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫുള്ള് ഫില്ലാവണവ, പഴം മൊത്തം ഇട വിട്ടിട്ട് കാണാനൊന്നും പാടില്ല. അങ്ങനെ മേലെയും അതുപോലെ തന്നെ ഞാൻ ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. ഹോൾസ് ഒന്നും എവിടെയും വരാൻ പാടില്ല. അങ്ങനെ വേണം നമ്മൾ പെർഫെക്റ്റായിട്ട് ഫില്ലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ മേലേക്കും ഞാൻ ഈ മുട്ടയുടെ കൂട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടായിട്ട് ഒരു 10-15 മിനിറ്റ് മാത്രം മതി ഇത് വെന്തിട്ടാൻ. അപ്പോൾ ഇത്
എളുപ്പത്തിൽ തയ്യാറാക്കാൻ ആർക്കും ആണെങ്കിൽ തയ്യാറാക്കാം. നമുക്ക് ഈ പഴം നിറച്ചതൊക്കെ കഴിക്കണമെന്ന് പൂതിയുണ്ടാകുമ്പോൾ അത് പഴം നിറച്ചിട്ട് അത് എണ്ണയിലൊക്കെ പൊരിച്ചിട്ടുള്ളൊക്കെ അല്ലേ എടുക്കുന്നുള്ളത്. ഇതെങ്കിൽ ഓയിലെസ് ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. സെയിം പഴം നിറച്ചതിൻ്റെ ടേസ്റ്റും ആണ്. ഇത് ഞാനൊന്ന് അടിയൊക്കെ ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പാച്ചിൽ വെച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളത്. അത് പെട്ടെന്ന് വിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിനെ ഡിമോൾഡ് ചെയ്യാം. ഈ ഡിമോൾഡ് ചെയ്തിട്ട് കുറേ ടൈമൊന്നും വെക്കണ്ടാവാൻ, ഞങ്ങൾക്ക് വേറെ പണിയുണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് സമയം കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ മേലൊക്കെ കാണുമ്പോൾ ഒരു മൊഞ്ചില്ലാത്ത പോലെയൊക്കെ കാണുന്നുള്ളത്, കരിഞ്ഞ പോലെയൊക്കെ. പക്ഷേ കരിഞ്ഞിട്ടൊന്നുമില്ലാവേ. അപ്പോൾ നിങ്ങൾ തന്നെ പറയും, പഴം നരച്ചത് ഇതിലും എളുപ്പത്തിലായിട്ട് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? എല്ലാവരും ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ട് നോക്ക്. നമ്മൾ ഇവിടെ മെമ്പേഴ്സ് കൂടുതലുള്ളതുകൊണ്ട് ഇതിനെ പഴം നിറച്ചതിൻ്റെ അതേ കട്ടിങ്സിലാക്കിയിട്ടാണ് ഞാൻ ബാക്കി മുഴുവനും കട്ട് ചെയ്തടിച്ചിട്ടുള്ളത്. അതും കൂടി കണ്ടു നോക്ക്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നോമ്പ് തുറക്ക് ഇതിലും എളുപ്പത്തിലൊരു റെസിപ്പി സ്വപ്നങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.